ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചനവുമായി ഒരു പ്രാവശ്യവും കൂടെ എല്ലാവരുടെ മുമ്പിലേക്ക് വരുവാനായിട്ട് സർവശക്തനായ ദൈവം അനുവദിച്ചു തന്ന ഈ വലിയ ഭാഗ്യാവസ്ഥയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രങ്ങൾ കരയറ്റുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കുവാൻ ഇനി പ്രഭാതത്തിലെ വചനധ്യാനം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കുമായിരിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ 23 മുതൽ 27 വരെയുള്ള നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ആ ഭാഗത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വളരെ വേദനയോടെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്പവിശ്വാസികളായ ഭീരുക്കളെ. ഇന്ന് പ്രഭാതത്തിലെ വചനധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അല്പവിശ്വാസികളായ ഭീരുക്കൾ. നാമും നമ്മുടെ വിശ്വാസ യാത്രയിൽ എത്ര വചനം കേട്ടാലും, എത്ര കൂട്ടായ്മ കൂടിയാലും, എത്ര പ്രാർത്ഥിച്ചാലും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അല്പവിശ്വാസികളും ഭീരുക്കളും ആയി പോകുന്ന അവസ്ഥ യേശു കർത്താവിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഇതിനാധാരമായിരിക്കുന്നത് യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ പടകിൽ യാത്ര ചെയ്യുന്ന ഒരു അനുഭവമാണ്. പടകിൽ യേശുവുമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്. അവരൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കാറ്റും കോളും ഉണ്ടാവുകയും ഓളങ്ങൾ പടകിലേക്ക് തള്ളിക്കേറിയിട്ട് പടക് മുങ്ങുമാറാവുകയും ചെയ്തു. ഈ അവസരത്തിൽ വലിയ ഭയപ്പാടോടെ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 8:25 പറയുന്നത്. കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഭാരമില്ലേ? ഞങ്ങൾ നശിച്ചു പോകുന്നു. കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. ഏതൊരു ഭക്തന്റെയും എപ്പോഴുമുള്ള സദാ പ്രാർത്ഥനയിലെ ഒരു വാക്കാണ് രക്ഷിക്കണമേ. രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന അതിൽ തന്നെ തെറ്റില്ല, ഏറ്റവും നല്ലതാണ്. എന്നാൽ രക്ഷിക്കണമേ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു അവിശ്വാസത്തിന്റെ പ്രകടനമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ പടകിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശു പടകിൽ തലചായ്ച്ചുറങ്ങുന്ന ദൈവിക സാന്നിധ്യമുള്ള ഒരിടത്ത് നമ്മൾ നശിച്ചു പോകുന്നു എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ പാരമ്യ ഘടകമാണ്. ഈ ശിഷ്യന്മാർ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ എത്ര അത്ഭുതങ്ങൾ കണ്ടവരാണ്. മുടന്തർ നടക്കുന്നതും, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നതും, കുരുടന്മാർ കാഴ്ച പ്രാപിക്കുന്നതുമായ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് അവർ ഈ പടക് യാത്ര വരെ വന്നത്. 8-ൽ വ്യത്യസ്തമായ വീര്യപ്രവർത്തികളുടെയും സൗഖ്യത്തിൻ്റെയും അനേക അനുഭവങ്ങൾ കണ്ടും കേട്ടും വിശ്വാസം ഉറപ്പിച്ച് ഇതുവരെ എത്തിയ ശിഷ്യന്മാരാണ് ജീവിതത്തിൻ്റെ തങ്ങളുടേതായ ഒരു പ്രതിസന്ധിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം പോലും മറന്നുകൊണ്ട് നാഥ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞത്. 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. ഈ പടകിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പുള്ള വചനഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവന്റെ വാക്കിന്റെ വലുപ്പം, അവന്റെ വാക്കിന്റെ ശക്തി, അവന്റെ വാക്കിൽ അടങ്ങിയിരുന്ന ദൈവത്തിന്റെ ആത്മാവ്, ഇതൊക്കെയും കണ്ട ശിഷ്യന്മാരാണ് ഇപ്പോൾ ഈ കാറ്റടിച്ചപ്പോൾ സകലവും മറന്നുകൊണ്ട് ഓളങ്ങൾ പടകിലേക്ക് വരുന്നത് കണ്ടപ്പോൾ തങ്ങളോട് ഒപ്പമുള്ള നാഥന്റെ സാന്നിധ്യവും നാഥന്റെ വാക്കിന്റെ അതിശയവും മനസ്സിലാക്കാതെ മറ്റ് സാധാരണക്കാരായിട്ട് വിളിച്ചു പറയുന്നു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെയും പല പ്രതിസന്ധികളിലും ഒരു പ്രയാസം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ നാം പെട്ടെന്ന് കർത്താവിൻ്റെ ശക്തിയെ വിസ്മരിച്ചു പോകുന്നവരെയാണ് അല്പവിശ്വാസികളും ഭീരുക്കളുമായിട്ട് യേശുക്രിസ്തു പറയുന്നത്. ഇവിടെ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. അതൊരു ശിഷ്യന്റെ ജീവിതത്തിലല്ല, ഒരു റോമാ ശതാധിപൻ 8:8 എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ നീ യോഗ്യനല്ല, നിന്റെ ഒരു വാക്ക് നീ അയച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരുമെന്ന് പറഞ്ഞ് അതിശയിപ്പിക്കുന്ന വിശ്വാസത്തിലേക്ക് പോയ ഒരു റോമാക്കാരന്റെ ദാസന്റെ ജീവിതത്തിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു വിട്ട
ഒരു വാക്ക് കൊടുത്ത സൗഖ്യവും കണ്ടവരാണിത്. 8:8 ശതാധിപൻ, അവൻ യേശുവിന്റെ ശിഷ്യനല്ല, അവൻ റോമൻ റോമൻ ഗവൺമെന്റിന്റെ ഒരു ശതാധിപനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ അവന് സൗഖ്യം വരും. ഇതും കണ്ടവരാണ് ഇപ്പോൾ പതറിപ്പോയ ശിഷ്യന്മാർ. ഇത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. എത്രയൊക്കെ അത്ഭുതങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്താലും, എത്രയൊക്കെ ദൈവിക നടത്തിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും ഉണ്ടായാലും, ജീവിതത്തിന്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ നാം വിസ്മരിച്ചു പോകുന്നു. ഇവിടെ പടകിൽ നാഥനുണ്ട്, ഒരു വാക്കയച്ച് സൗഖ്യം കൊടുത്തവൻ പടകിനകത്തുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ പ്രതിസന്ധിയിലേക്ക് നോക്കിക്കൊണ്ടവർ അലമുറയിടുകയാണ്. 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ കർത്താവ് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറയുന്നു: അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? ഇത് പറഞ്ഞ ശേഷം അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകാൻ എന്ത്? ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിന് തടസ്സമായി നിന്ന അവരുടെ അവിശ്വാസത്തെ അല്ലേ അവൻ ആദ്യം ശാസിച്ചത്? കർത്താവിന്റെ ഓരോ വാക്കും അതിൽ തന്നെ വളരെയധികം പരിശുദ്ധാത്മ പൂർണ്ണമാണ്, ശക്തിയുള്ളതാണ്. അവിശ്വാസവും ഭീരുത്വവുമുള്ള ഇവരുടെ മുമ്പിൽ കാറ്റിനെയും കടലിനെയും അടക്കുവാൻ ഒരുപക്ഷെ താൻ പരാജയപ്പെടുമെന്ന് കർത്താവ് ഭയപ്പെട്ടതുകൊണ്ട് ആദ്യം തൻ്റെ മുമ്പിൽ പ്രതിസന്ധിയായി നിന്ന അവരുടെ അല്പവിശ്വാസത്തെയാണ് അവൻ ശാസിക്കുന്നത്. അവൻ അല്പം പരുഷമായിട്ട് ചോദിക്കുന്നു: അല്പവിശ്വാസികളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഭീരുക്കളാകുന്നത്? ആ ഒരു വാക്കിൽ കൂടെ അവർക്ക് തീർച്ചയായും ധൈര്യമുണ്ടായി കാണും. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കാണും. കർത്താവുള്ളപ്പോൾ ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് അവർ ഉള്ളിൽ വിചാരിച്ചു കാണും. അതുകൊണ്ട് ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്ന കാറ്റിനെയും കടലിനെയും ഓളങ്ങളെയും ശാസിക്കുവാൻ കർത്താവിന് ഒട്ടും പ്രയാസമുണ്ടായില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിശ്വാസമാണ് വിടുതലിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ ഘടകം. നാം എത്രയൊക്കെ അനുഭവങ്ങളിലൂടെ വന്നവരാണെങ്കിലും, എത്ര വചനം വായിച്ച് ധ്യാനിക്കുന്നവരാണെങ്കിലും, ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ നാം കർത്തനിലേക്ക് നോക്കുന്നതിന് പകരം പ്രതിസന്ധിയിലേക്കാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്പവിശ്വാസം ഭീരുത്വമാണെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കും ചിന്തിക്കാം, നമ്മുടെ വിശ്വാസത്തിന്റെ സ്കെയിൽ എങ്ങനെയുണ്ട്? നാം ഭീരുക്കളാണോ? എല്ലാം നല്ലതാകുമ്പോൾ സ്തോത്രം പറയുവാനും കർത്താവിന് നന്ദി കരയേറ്റുവാനുമായിട്ട് നമുക്ക് കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ തലം എത്രയുണ്ടെന്ന് അളക്കുവാനായിട്ട് ദൈവം ചില അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. വിശ്വാസം കണ്ടെത്തുവാനായിട്ട്, വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുവാനായിട്ട് ചില അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടും. അപ്പോൾ ഈ ശിഷ്യന്മാരെ പോലെ അല്പവിശ്വാസികളും ഭീരുക്കളുമായിട്ട് നാം തീരുന്നുണ്ടോ? അല്പവിശ്വാസം ഭീരുത്വമാണെന്ന് കർത്താവ് പറയുന്നു. നമുക്ക് തന്നിരിക്കുന്നത് ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. ഇവിടെ 2 കൂട്ടരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചു. കർത്താവിന്റെ കൂടെ നടക്കാത്ത, കേട്ടറിവ് മാത്രമുള്ള റോമൻ പടയാളി പറയുന്നു: നിന്റെ ഒരു വാക്ക് അതെനിക്ക് മതി, അത് സൗഖ്യം വരുത്തുമെന്ന്. എന്നാൽ കർത്താവിന്റെ കൂടെ സഞ്ചരിച്ച്, കർത്താവിന്റെ കൂടെ നടന്ന ഇത്രയും അത്ഭുതങ്ങളും കർത്താവിന്റെ വാക്കുകൊണ്ട് അനേക ദീനക്കാർ സൗഖ്യമാകുന്നത് കേട്ടതുമായ ശിഷ്യഗണം ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ പറയുന്നു: നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു. നമ്മളും ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലല്ലേ? ദിനം തോറും നമ്മുടെ അല്പവിശ്വാസവും ഭീരുത്വവും കൊണ്ട് ദൈവത്തെ നാം വിഷമിപ്പിക്കുന്നവരായി തീരുന്നില്ലേ? ആ ശതാധിപനെ പോലെ നമുക്ക് ധൈര്യമുള്ളവരായി തീരാം. അല്പവിശ്വാസം ദൈവിക പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും തടസ്സം നിൽക്കുന്നു. ഈ വചനങ്ങളാൽ നമ്മുടെ അല്പവിശ്വാസത്തെ ദൈവകൃപയോടെ, പരിശുദ്ധാത്മ ശക്തിയോടെ നമുക്ക് ഉയർത്തി ദൈവ സാന്നിധ്യത്തിൽ നാം സുരക്ഷിതരാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുക. ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ലെന്ന്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ലെന്ന് വചനം അടിവരയിട്ട് പറയുന്നു. നിങ്ങളുടെ തലയിലെ മുടികളും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിലൊന്ന് കൊഴിഞ്ഞു പോകണമെങ്കിൽ സർവശക്തനായ ദൈവം അറിയണമെന്ന് വചനം പറയുമ്പോൾ ഒരു കാറ്റിനും ഒരു
ഓളത്തിനും നമ്മളെ ദൈവം അറിയാതെ നശിപ്പിച്ചു കളയുവാൻ സാധ്യമല്ല. ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്ന ഓരോ പ്രതിസന്ധിയിലും നാം അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ശക്തരാക്കട്ടെ. പ്രതിസന്ധികളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനുള്ള ബലം നമുക്ക് ലഭിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.